അയ്യേ എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമാൻ. ടു ബാഡ് കൺട്രി പീപ്പിൾ. എടാ തുറപ്പാ, നീയാണല്ലോ ഇത് എഴുതിയത്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. വിവരവും ബോധം കൂടിയതിൻ്റെ കുഴപ്പമായിരിക്കാം. തെറി ഒന്ന് എഴുതി വെക്കഞ്ഞത് കാര്യമായി. തല്ലല്ലേ വാസുവേണ്ട. പോലീസുകാർ ഒന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. മസിൽ വന്നത് കുറച്ചേ കാണുന്നെങ്കിലും അടി കൊണ്ടത് നന്നായി കാണുന്നുണ്ട്. ജിമ്മിൽ പോയത് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഇവനെയും കൊണ്ട് ജിമ്മിൽ പോയി തുടങ്ങിയ മസിലെ വെച്ച് തരും നിനക്ക്. അയ്യോ ജിമ്മിൽ പോണം. പഴയ മിസ്റ്റർ അടിക്കുക. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? ഒരു ജിമ്മിന്റെ രോദനമാണിത്. ആ പറഞ്ഞത് ശരിയാണ്. ജിമ്മിൽ പോയാൽ വെയിറ്റ് എടുക്കാനുള്ള പ്രയാസം, പുറത്തിറങ്ങിയ മസിൽ നന്നായി കാണിക്കാൻ പറ്റാത്ത പ്രയാസം, ഒരു ജിമ്മന്റെ രോദനം തന്നെ. ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? എത്ര ആയിട്ടും പെങ്ങളൊക്കെ TSD തന്നെ തുക തരുമോ അളിയാ? സണ്ണി അമ്പട കേമാ. ചെറുതായിട്ട് ടൈമിംഗ് തെറ്റിപ്പോയതായിരിക്കണം. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി. ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. അതൊരു ചക്കയായ കുഴപ്പമുണ്ടോ ഡോക്ടർ? ഓ, ഒരു കുഴപ്പവുമില്ല. വയറ്റിന് പിടിച്ചില്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാതിരിക്കെങ്കിലേ ഉള്ളൂ. നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടോ? ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡലി അല്ലേ ഇരിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. 1 2 3 4 5 6. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ. കഴിനാക്കം ഉണ്ടെന്ന് പറയാടാ. കനുബിന് അറിയില്ലല്ലോ പുള്ളിക്കാരന്റെ വൈഫാണെന്ന്. ഒരു പല്ലെടുത്തതിന്റെ പേരിൽ അവിടെ ഒരു യുദ്ധം വരെ നടന്നേനെ. എന്റെ പല്ലിക്കുതായോ, എന്റെ പല്ല് കണക്ക് തരാം. പുഷ്പം. ഒന്നുകൂടി പറ കുട്ടി. പുഷ്പം. പുള്ളിക്ക് സംശയം, ഒരു ദിവസം കൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു. അപ്പോഴാണ് ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. നീ ആ തട്ടുംപുറത്ത് നിന്ന് ഇറങ്ങിയേ. ഇതെന്താ ഹൈ ഹീൽസോ? പൊക്കം പോരാ. നിനക്കെന്താ എത്ര കുശുമ്പ്? ഇത്ര വയസ്സുവരെ ഇടാവൂന്ന് ഈ ചെരുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ?